ക്ലിനിക്കൽ പതോളജിയുടെ ഭാഗമായ പുതിയൊരു ചാപ്റ്ററാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്, സ്റ്റൂൾ അനാലിസിസ്. സ്റ്റൂൾ അനാലിസിസിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്: ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോസ്കോപ്പിക്. എന്താണ് സ്റ്റൂൾ അല്ലെങ്കിൽ ഫീസിസ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് സ്റ്റൂൾ ഓർ ഫീസിസ്? Stool or feces, also called excrement, is the solid bodily waste discharged from the large intestine through the anus during defecation. നമ്മുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് അഥവാ ഡൈജസ്റ്റീവ് ട്രാക്ടിനെ കുറിച്ച് ഫസ്റ്റ് ഇയറിൽ നാം വിശദമായി പഠിച്ചിട്ടുണ്ട്. വായിൽ അഥവാ ഓറൽ ക്യാവിറ്റി ആരംഭിച്ച് ഏനസ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പുറമേക്കുള്ള ഓപ്പണിംഗ് ആയ ഏനസിൽ അവസാനിക്കുന്നതാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് അഥവാ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ടിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ഭക്ഷണത്തെ ദഹിപ്പിച്ച് ആഗിരണം ചെയ്യുക, അബ്സോർബ് ചെയ്യുക, ഭക്ഷ്യവസ്തുക്കളിൽ ഉൾപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസിനെ ഡിസ്ചാർജ് ചെയ്യുക. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഭക്ഷണത്തെ ദഹിപ്പിച്ച് ആഗിരണം ചെയ്യുക, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. അങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനാണ് സ്റ്റൂൾ, ഫീസിസ് അല്ലെങ്കിൽ മലയാളത്തിൽ മലം എന്ന് നാം പറയുന്നത്. ഈ സ്റ്റൂളിന്റെ കണ്ടന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Indigestible food matter, dead bacteria, cell debris, bile, inorganic substances, etc. Indigestible food എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥം പൂർണ്ണമായിട്ട് ദഹിപ്പിക്കാനോ ആഗിരണം ചെയ്യാനോ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിന് കഴിയാറില്ല. ഉദാഹരണം, നമ്മുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന ഘടകമാണ് സെല്ലുലോസ്. പ്ലാന്റ് സോഴ്സിലുള്ള ഭക്ഷണത്തിൽ എല്ലാം സെല്ലുലോസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻസൈംസ് ഇല്ല. ആയതിനാൽ നാം കഴിക്കുന്ന ഫുഡിലുള്ള സെല്ലുലോസ് ശരീരത്തിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയലായി പുറന്തള്ളപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ദഹിപ്പിക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളുമുണ്ട്. ഇവയാണ് നാം ഇൻഡൈജസ്റ്റബിൾ ഫുഡ് മാറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഘടകങ്ങൾ ഡെഡ് ബാക്ടീരിയ. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ലാർജ് നമ്പർ ഓഫ് ബാക്ടീരിയ, ധാരാളം ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയ സ്റ്റൂൾ സാമ്പിളിൽ കൂടി ഡെഡ് ആയിട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീടുള്ളത് സെൽ ഡെബ്രി ആണ്. സെൽ ഡെബ്രി എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തുടക്കം മുതൽ ഓറൽ ക്യാവിറ്റി, നമ്മുടെ വായു മുതൽ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അടുത്ത ഭാഗം എന്ന് പറയുന്ന ഫാരിങ്സ് ആണ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ് ആയിട്ടുള്ള പാൻക്രിയാസ്, അതുപോലെ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ്, സെക്രീഷൻ ഓഫ് ലിവർ, ഇതെല്ലാം ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തിപ്പെടുന്ന അവസാനം. ഈ ഭാഗത്തുള്ള കോശങ്ങൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം തുടക്കത്തിൽ ഓറൽ ക്യാവിറ്റി മുതൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ വരെയുള്ള ആ ട്രാക്റ്റിലെ കോശങ്ങൾ ക്രമാനുഗതമായിട്ട് ഷെഡ് ഓഫ് നടത്താറുണ്ട്, എക്സ്ഫോളിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് പ്രായമായ കോശങ്ങൾ പൊഴിഞ്ഞു വീഴാറുണ്ട്. ഇത്തരത്തിലുള്ള ആ കോശങ്ങളുടെ ഡെബ്രി, അതിന്റെ അവശിഷ്ടങ്ങൾ, അത് സ്റ്റൂളിൽ കൂടിയാണ് പുറന്തള്ളുക. മറ്റൊന്ന് ബൈൽ. ബൈൽ നാം പഠിച്ചതാണ്. ബൈൽ ഈസ് ദ എക്സ്ക്രീഷൻ ഓഫ് ലിവർ. ലിവറിൽ നിന്ന് പുറപ്പെടുന്ന, ലിവർ ഒരു എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ആണ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ആ സെക്രീഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈൽ. ഈ ബൈലില് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് ഘടകങ്ങൾ, ബിലിറൂബിൻ മുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് ഘടകങ്ങളെ മെറ്റബോളൈസ് ചെയ്ത് ലിവർ പുറന്തള്ളുന്നത് ഈ ബൈലിൽ കൂടിയാണ്. ആ ബൈൽ എത്തുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് എത്തുന്നത്, നമുക്കറിയാം. പിന്നീട് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആണ്. കാൽസ്യം, ഫോസ്ഫേറ്റ്, സോൾട്ടുകൾ ഉൾപ്പെടുന്ന ധാരാളം ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ.
ഈ പറയുന്ന ഘടകങ്ങളെല്ലാം നോർമൽ സ്റ്റൂളിൽ അഥവാ നോർമൽ ഫീസിസിൽ കാണുന്ന വസ്തുക്കളാണ്. സോ ദ നോർമൽ സ്റ്റൂൾ കണ്ടെയ്ൻ ഇൻഡൈജസ്റ്റബിൾ ഫുഡ് മാറ്റർ, ശരിയായ രീതിയിൽ ദഹിപ്പിക്കാൻ പറ്റാത്ത ഭക്ഷ്യാവശിഷ്ടങ്ങൾ, ഡെഡ് ബാക്ടീരിയ, ജീവനില്ലാത്ത ബാക്ടീരിയ, സെൽ ഡെബ്രി, പൊഴിഞ്ഞു വീഴുന്ന കോശങ്ങളുടെ അവശിഷ്ടങ്ങൾ, ബൈൽ അഥവാ പിത്തരസം, ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ അഥവാ പിത്തരസം, അതിന്റെ ഘടകങ്ങൾ, ഇനോർഗാനിക് സബ്സ്റ്റൻസ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് സ്റ്റൂൾ. യൂറോബിലിനോജൻ ആൻഡ് സ്റ്റെർക്കോബിലിനോജൻ ഗീവ് യെല്ലോയിഷ് ബ്രൗൺ കളർ ടു സ്റ്റൂൾ. നോർമൽ സ്റ്റൂളിന്റെ കളർ നമുക്കറിയാവുന്നതുപോലെ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. ആ യെല്ലോയിഷ് ബ്രൗൺ കളർ കൊടുക്കുന്നത് യൂറോബിലിനോജൻ, സ്റ്റെർക്കോബിലിനോജൻ എന്നീ രണ്ട് കോമ്പൗണ്ടുകളാണ്. യൂറോബിലിനോജനും സ്റ്റെർക്കോബിലിനോജനും നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇൻഡസ്റ്റൈനിലാണ്. ബൈലിൽ കൂടി ഇൻഡസ്റ്റൈനിലേക്ക് എത്തുന്ന കോൺജുഗേറ്റഡ് ബിലിറൂബിനെ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ യൂറോബിലിനോജൻ, സ്റ്റെർക്കോബിലിനോജൻ എന്നീ രണ്ട് കോമ്പൗണ്ടുകളായി മാറ്റുന്നു. ഈ യൂറോബിലിനോജനും സ്റ്റെർക്കോബിലിനോജനുമാണ് ഫീസിസിന് യെല്ലോയിഷ് ബ്രൗൺ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീട് ഇൻഡോൾ, സ്കാറ്റോൾ, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ ഫീസിസിന് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള, ഒഫൻസീവ് ആയിട്ടുള്ള ഓഡർ അഥവാ മണം കൊടുക്കുന്നു. ഫീസിസിന് ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള, ഒഫൻസീവ് ആയിട്ടുള്ള സ്മെല്ലാണ്, നമുക്കറിയാം ഫൗൾ സ്മെല്ലാണ്. ആ ഫൗൾ സ്മെൽ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇൻഡോൾ, സ്കാറ്റോൾ, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ രാസവസ്തുക്കളാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആണ് ഈ രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഏത് രീതിയിലുള്ള ഭക്ഷണം നാം കഴിച്ചാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിനെ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനാവില്ല. എക്സ്ക്രീറ്റ് ചെയ്യുന്ന വസ്തുക്കളെ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയകൾ ഒരു പ്രോസസ്സിങ്ങിന് വിധേയമാക്കും. ആ പ്രോസസ്സിങ്ങിന്റെ ഫലമായിട്ട് ഇൻഡോൾ, സ്കാറ്റോൾ, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ ഒഫൻസീവ് സ്മെല്ലുള്ള രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അത്തരത്തിലുള്ള വസ്തുക്കളാണ് സ്റ്റൂളിനൊരു ഒഫൻസീവ് ആയിട്ടുള്ള ഫൗൾ സ്മെല്ല് കൊടുക്കുന്നത്. സ്റ്റൂൾ അനാലിസിസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം. സ്റ്റൂൾ അനാലിസിസ് പ്രധാനമായിട്ട് ചെയ്യുന്നത് ചില രോഗാവസ്ഥകൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള രോഗാവസ്ഥകൾ: 1 ഡയേറിയ, 2 ഡിസെൻറ്ററി, 3 പാരസൈറ്റിക് ഡിസീസസ്, 4 ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ബ്ലീഡിംഗ്, 5 കാർസിനോമ, 6 മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോംസ് മുതലായവ. ഡയേറിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ സ്റ്റൂള്, ലൂസ് സ്റ്റൂള്, നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന ലൂസ് സ്റ്റൂള് അല്ലെങ്കിൽ വയറിളക്കം എന്ന് നമ്മൾ വിളിക്കുന്ന ആ അവസ്ഥയാണ് ഡയേറിയ. ഡിസെൻട്രിയും ഒരു തരത്തിലുള്ള ലൂസ് സ്റ്റൂളാണ്. പക്ഷെ ഡിസെൻട്രിയും ഡയറിയും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായിട്ടും പസൽസിന്റെ പ്രസൻസ്, അതുപോലെ മ്യൂക്കസിന്റെ പ്രസൻസ് ആണ് ഡയേറിയനും ഡിസെൻട്രിയിൽ നിന്നും വേർതിരിക്കുന്നത്. അതായത് ഡിസെൻട്രിയിൽ മ്യൂക്കസും പസൽസും ധാരാളമായിട്ട് കാണാം. ഡയേറിയയിൽ മ്യൂക്കസും പസൽസും അത്രമാത്രം ഉണ്ടാവില്ല. ഒരു ഡിഫറൻസ്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. പിന്നീടുള്ളത് പാരസൈറ്റിക് ഡിസീസുകളാണ്. പാരസൈറ്റിക് ഡിസീസുകൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിനെ ബാധിക്കുന്ന ധാരാളം പാരസൈറ്റുകൾ, വിരകളാണ് പ്രധാനമായിട്ടും കാണപ്പെടുക. ഹുക്ക് വോം, റൗണ്ട് വോം, ടേപ്പ് വോം തുടങ്ങിയ വിരകള്, അതുപോലെ ചില പ്രോട്ടോസോവുകൾ, എൻഡാമീബ ഹിസ്റ്റോൾട്ടിക്ക തുടങ്ങിയ പ്രോട്ടോസോവുകൾ, ബാലൻജിഡം കോളി തുടങ്ങിയ പ്രോട്ടോസോവുകൾ, ഇങ്ങനെയുള്ള പാരസൈറ്റുകൾ നമ്മളുടെ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിനെ ബാധിക്കാം. അത്തരത്തിലുള്ള പാരസൈറ്റുകളുടെ പ്രസൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പാരസൈറ്റുകളുടെ പ്രസൻസ് മനസ്സിലാക്കി ആ രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൂൾ അനാലിസിസ് സഹായിക്കുന്നു. മറ്റൊന്ന് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രക്ത കുഴലുകൾ പൊട്ടി അവിടെ നിന്ന് രക്തം ഊസ് ഔട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് വിളിക്കുക. പല കാരണങ്ങൾ കൊണ്ട് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ബ്ലീഡിംഗ് ഉണ്ടാകാം. അതിലൊരു കാരണം അൾസേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗ്യാസ്ട്രിക് അൾസേഴ്സ്, അതുപോലെ പെപ്റ്റിക് അൾസേഴ്സ്,
ഈ അൾസേഴ്സ് മൂലം, അൾസറുകൾ കാരണം, അൾസർ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് അൾസറേഷൻ, മലയാളത്തിൽ നമ്മൾ പുണ്ണ് എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ഇൻറ്റസ്റ്റൈനിലും അതുപോലെ സ്റ്റൊമക്കിലും ബാധിക്കുന്ന അൾസർ കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാകാം. മറ്റൊരു കാരണം ബ്ലീഡിങ്ങിനുള്ളത് ക്യാൻസർ ആണ്. ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ബാധിക്കുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാകാം. മറ്റൊന്ന് ഹെമറോയിഡ്സ്, പൈൽസ് എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ എല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ടാവും. പൈൽസ്, അർഷസ് എന്ന് മലയാളത്തിൽ പറയും. ആ പൈൽസ് മൂലവും ബ്ലീഡിംഗ് ഉണ്ടാകാം. അത് ഡയഗ്നോസിസ് ചെയ്യാനും സ്റ്റൂൾ അനാലിസിസ് സഹായിക്കുന്നു. പിന്നീടുള്ളത് കാഴ്സനോമ, ഒരുതരം ക്യാൻസർ ആണ് കാഴ്സനോമ. ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ബാധിക്കാറുണ്ട്. ആ കാഴ്സനോമയുടെ ഡയഗ്നോസിസിനും സ്റ്റൂൾ അനാലിസിസ് ഉപകാരപ്പെടും. പിന്നീടുള്ളത് മാലബ്സോർപ്ഷൻ സിൻഡ്രോം. മാലബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് മെറ്റീരിയലിനെ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരുന്ന കണ്ടീഷൻ, അതിനാണ് നമ്മൾ മാലബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. മാലബ്സോർപ്ഷൻ ലക്ഷണങ്ങൾ സ്റ്റൂൾ അനാലിസിസ് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സ്പെസിമെൻ എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. റാൻഡം സാമ്പിൾ ഈസ് കളക്ടഡ് ഫോർ റൂട്ടീൻ എക്സാമിനേഷൻ. റാൻഡം സാമ്പിളിംഗ് എന്നത് എന്താണ് നമുക്കറിയാം. പ്രത്യേകിച്ച് ഒരു ടൈം പറയാതെ, ഇപ്പൊ നമ്മൾ ഏർലി മോർണിംഗ്, ആഫ്റ്റർ ഫുഡ് എന്നൊന്നും പറയാതെ ഏത് സമയത്ത് വേണമെങ്കിലും അറ്റ് എനി ടൈം നമ്മൾ കളക്ട് ചെയ്യുന്നതിനെയാണ് റാൻഡം സാമ്പിൾ എന്ന് നാം പറയുന്നത്. എ സ്മോൾ പോർഷൻ ഓഫ് ഫ്രഷ് സ്പെസിമെൻ ഈസ് കളക്ടഡ് യൂസിങ് എ സ്പാച്ചുല. സ്പാച്ചുല ഉപയോഗിച്ച്, സ്പാച്ചുല എന്ന് പറഞ്ഞാൽ ഉഡൻ സ്പാച്ചുലകളാണ് സാധാരണ നാം ഉപയോഗിക്കുന്നത്. ആ സ്പാച്ചുല ഉപയോഗിച്ച് എ സ്മോൾ പോർഷൻ, വളരെ കുറഞ്ഞ, സ്പാച്ചുല ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു സ്പൂൺ പോലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ഉപകരണമാണ് സ്പാച്ചുല. എ സ്മോൾ പോർഷൻ ഓഫ് ഫ്രഷ് സ്പെസിമെൻ ഈസ് കളക്ടഡ്. എപ്പോഴും ഫ്രഷ് സ്പെസിമെൻ ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ഒരളവ് ഫ്രഷ് സ്പെസിമെൻ നാം കളക്ട് ചെയ്യുന്നു. വൈഡ് മൗത്ത് ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ് ആർ യൂസ്ഡ്. സ്റ്റൂൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സ് ആണ്. ആ കണ്ടെയ്നേഴ്സ് വൈഡ് മൗത്തിൽ, അതായത് വലിയ വാവട്ടമുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സ് ആണ് സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നത്. സാമ്പിൾ ഷുഡ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് യൂറിൻ. കളക്ഷൻ്റെ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, യൂറിനുമായിട്ട് മിക്സ് ചെയ്ത സാമ്പിൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ യൂറിനായിട്ട് മിക്സ് ചെയ്യാത്ത സാമ്പിൾ ആണ് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. യൂറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, യൂറിൻ ഒരു സ്റ്റെറൈൽ സ്പെസിമെൻ ആണ്. നമ്മുടെ ബോഡിയിലെ മിക്ക സ്പെസിമെനുകളും സ്റ്റെറൈൽ ആണ് നോർമലി. പക്ഷെ സ്റ്റൂൾ സാമ്പിൾ ഒരിക്കലും സ്റ്റെറൈൽ അല്ല. സ്റ്റൂളിൽ ധാരാളമായിട്ട് ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയകൾ, ബാക്ടീരിയൽ ഫ്ലോറ, നോർമൽ ഫ്ലോറ തന്നെ ഇൻറ്റസ്റ്റൈനിലുണ്ട്. ആ ബാക്ടീരിയകൾ ലാർജ് എമൗണ്ട് നോർമൽ സ്റ്റൂളിൽ കാണും. അതുകൊണ്ട് ഒരിക്കലും സ്റ്റൂള് ഒരു സ്റ്റെറൈൽ സ്പെസിമെൻ ആയിട്ട് നാം കണക്കാക്കുന്നില്ല. അപ്പൊ സ്പെസിമെൻ കളക്ഷന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റാൻഡം സാമ്പിൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നു. ഒരു സ്മോൾ എമൗണ്ട് ഫ്രഷ് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. വൈഡ് മൗത്ത് കണ്ടെയ്നേഴ്സ് ആണ് സ്റ്റൂൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സാമ്പിള് ഒരിക്കലും യൂറിനുമായിട്ട് മിക്സപ്പ് ആവാതെ, യൂറിൻ കണ്ടാമിനേറ്റഡ് ആവാതെ ശ്രദ്ധിക്കുക. സ്റ്റൂൾ അനാലിസിസിന്റെ 3 ഭാഗങ്ങളാണ്: ഫിസിക്കൽ എക്സാമിനേഷൻ, കെമിക്കൽ എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷനിൽ നാം ഒബ്സർവ് ചെയ്യുന്നത് കളർ, ഓർഡർ, കൺസിസ്റ്റൻസി, mucus, pH, presence of adult worm or worm components. കളർ, നോർമൽ കളറിനെ കുറിച്ച് പറഞ്ഞു. നോർമൽ കളർ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. യൂറോബില്ലോജിൻ, സ്റ്റെർക്കോബില്ലോജിന്റെ പ്രസൻസ് കൊണ്ട് യെല്ലോയിഷ് കളർ ഫോം ചെയ്യുന്നു. പല ഡിസീസുകളിലും കളറിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്താണെന്ന് മുൻ ചാപ്റ്ററുകളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ബൈൽ ഇൻറ്റസ്റ്റൈനിലേക്ക് ഒഴുകുന്നതിന് തടസ്സം സംഭവിക്കുന്നു. അപ്രകാരം തടസ്സം സംഭവിക്കുമ്പോൾ ബൈൽ പിഗ്മെന്റ്സിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് ബ്ലഡിലുള്ള ബിലിറൂബിന്റെ അളവ് കൂടി ജോണ്ടിസ് ഉണ്ടാകുന്നതിനാണ് നാം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് വിളിക്കുക. ഇപ്രകാരം ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാകുമ്പോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ബൈൽ എത്താതെ വരും. ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്ന ബൈലാണ് സ്റ്റൂളിന് കളർ കൊടുക്കുന്നത്.
അപ്പൊ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ ഇന്റസ്റ്റൈനിലേക്ക് ബൈൽ എത്താതെ വരുമ്പോൾ സ്റ്റൂളിന് ബ്രൗൺ കളർ ഇല്ലാതെ വരുന്നു. അപ്രകാരമുള്ള ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിൽ സ്റ്റൂളിന്റെ കളറ് ക്ലേ കളർ ആയിരിക്കും, കളിമണ്ണിന്റെ കളർ ആയിരിക്കും. അപ്പോൾ ക്ലേ കളർ സ്റ്റൂൾ എന്നുള്ളത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ പല രോഗങ്ങളിലും സ്റ്റൂളിന്റെ കളറിന് വേരിയേഷൻ ഉണ്ടാകാറുണ്ട്. ആ വേരിയേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. രണ്ടാമത് ഓർഡർ ആണ്. ഓർഡർ നോർമൽ സ്റ്റൂളിന്റെ ഓർഡർ ഫൗൾ സ്മെല്ലാണ്. ഫൗൾ സ്മെൽ ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചിരുന്നു. സ്കേറ്റോൾ, ഇൻഡോൾ, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ കോമ്പൗണ്ടുകളുടെ പ്രസൻസ് ആണ് ഫൗൾ സ്മെൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം. വ്യത്യസ്തമായ പല രോഗങ്ങളിലും ഈ യൂറിന്റെ ഓർഡറിൽ സ്റ്റൂളിന്റെ ഓർഡറിൽ മാറ്റം വരാറുണ്ട്. അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഇനി കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ടെക്സ്ചർ സോഫ്റ്റ് ആൻഡ് ഫോംഡ്. നോർമൽ സ്റ്റൂൾ എന്ന് പറയുന്നത് സോഫ്റ്റ് ഫോംഡും ആയിരിക്കും. ഇപ്പൊ കൺസിസ്റ്റൻസിയിൽ മാറ്റം വരുന്നത് ഡിസെൻട്രിയിലും ഡയേറിയയിലും നമുക്കറിയാം. ഡിസെൻട്രി, ഡയറിയ എന്താണെന്ന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അതിസാരം അല്ലെങ്കിൽ വയറ്റിളക്കം എന്നൊക്കെ, വയറിളക്കം എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥയാണ് ഡിസെൻട്രി അല്ലെങ്കിൽ ഡയറിയ. ആ കണ്ടീഷൻസിൽ സ്റ്റൂളിന്റെ പ്രത്യേകത അത് വാട്ടറി ആകുന്നു. ജലാംശം വളരെ കൂടിയിട്ട് വെള്ളം പോലെ ആകുന്നു. ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് കോളറ പോലുള്ള രോഗങ്ങൾ. കോളറയിൽ പ്രധാനമായിട്ടും ആ സ്റ്റൂള് റൈസ് വാട്ടർ സ്റ്റൂള്, റൈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം പോലെ, ആ സ്റ്റൂളിന്റെ അവസ്ഥ കഞ്ഞിവെള്ളം പോലെ ആയി മാറുന്നു. പല രോഗങ്ങളിലും കൺസിസ്റ്റൻസിയിൽ മാറ്റം വരുന്നു. അപ്പോൾ അപ്രകാരമുള്ള മാറ്റങ്ങളാണ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. പിന്നീട് മ്യൂക്കസ് ആണ്. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ഇന്റസ്റ്റൈൻ മ്യൂക്കസ് മെംബ്രെയിനും കൊണ്ടാണ് അതിന്റെ ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷനെയാണ് നമ്മൾ മ്യൂക്കസ് എന്ന് വിളിക്കുന്നത്. നോർമൽ സ്റ്റൂളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മ്യൂക്കസ് ഉണ്ടാകും. പക്ഷേ ഇന്റസ്റ്റൈനൽ ഇൻഫെക്ഷൻസിലും അതുപോലുള്ള കണ്ടീഷൻസിലും, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ ഡിസെൻട്രിയിൽ, ബാക്ടീരിയൽ ഡിസെൻട്രിയിലൊക്കെ മ്യൂക്കസിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ മ്യൂക്കസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. പിന്നീടുള്ളത് pH ആണ്. നോർമലി സ്റ്റൂളിന്റെ pH ന്യൂട്രൽ ആയിരിക്കും. അതായത് 7 ന്യൂട്രൽ pH. അതല്ലെങ്കിൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിരിക്കും. സ്ലൈറ്റ്ലി ആൽക്കലൈൻ എന്ന് പറയുമ്പോൾ pH 7 കൂടുതലായിട്ട് വരുന്നു. നോർമൽ സ്റ്റൂളിന്റെ pH 7 അല്ലെങ്കിൽ 7 അല്പം കൂടുതലായിട്ട് വരുന്നു. പല ബാക്ടീരിയൽ ഇൻഫെക്ഷനിലും pH-ൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. പ്രസൻസ് ഓഫ് അഡൽറ്റ് വേംസ് ഓർ വേം കമ്പോണൻസ്. അഡൽറ്റ് വേമുകൾ ചിലപ്പോഴൊക്കെ സ്റ്റൂളിൽ കാണപ്പെടാറുണ്ട്, അല്ലെങ്കിൽ വേമിന്റെ കമ്പോണൻസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ടേപ്പ് വേം ആണെങ്കിൽ ടേപ്പ് വേമിന്റെ അഡൽറ്റ് വേം പൂർണ്ണരൂപത്തിൽ ഒരിക്കലും സ്റ്റൂളിൽ കാണാറില്ല. ആ വേമിന്റെ പ്രോഗ്ലോട്ടിഡ്സ്, അതിന്റെ കമ്പോണൻസ്, അതിന്റെ സെഗ്മെന്റ്സ് യൂറിനിൽ സ്റ്റൂളിൽ കാണാറുണ്ട്. അതുപോലെ മറ്റു ചില, ഇപ്പോൾ ഹുക്ക് വേം വളരെ റയറായിട്ട്, അതുപോലെ റൗണ്ട് വേം വളരെ റയറായിട്ട് അതിന്റെ ബോഡി, അതല്ലെങ്കിൽ പിൻവേം, പിൻവേം അത് റിസൈഡ് ചെയ്യുന്നത്, അതിന്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പൊ പിൻവേം ഒക്കെ ചിലപ്പോഴൊക്കെ സ്റ്റൂളിൽ അഡൽറ്റ് വേം അതിന്റെ ഫുൾ സൈസിൽ കാണാറുണ്ട്. അപ്പോൾ പ്രസൻസ് ഓഫ് അഡൽറ്റ് വേം അല്ലെങ്കിൽ ആ വേമിന്റെ കമ്പോണൻസ് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇത്രയുമാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ പ്രധാനമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. കളർ, ഓർഡർ, കൺസിസ്റ്റൻസി, presence of mucus, pH, presence of adult worms or components. കെമിക്കൽ എക്സാമിനേഷൻ. കെമിക്കൽ എക്സാമിനേഷനിൽ പ്രധാനമായിട്ടും ഒക്കൽറ്റ് ബ്ലഡും പ്രൊഡ്യൂസിങ് സബ്സ്റ്റൻസുമാണ് നാം ഒബ്സർവ് ചെയ്യുന്നത്. ഒക്കൽറ്റ് ബ്ലഡ് എന്താണെന്ന് നോക്കാം. ഒക്കൽറ്റ് ആ വാക്കിന്റെ അർത്ഥം തന്നെ ഹിഡൻ, മറഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം. It is the blood hidden in stool as a result of bleeding in digestive tract. Digestive tractൽ ഏതെങ്കിലും സ്ഥലത്തുണ്ടാകുന്ന ബ്ലീഡിങ്, അങ്ങനെ ബ്ലീഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലഡ് വരുന്നു. ആ ബ്ലഡ് ലാർജ് ഇൻറ്റസ്റ്റൈനിലെത്തി പ്രോസസ്സിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കും
ബ്ലഡിന്റെ കളർ റെഡ് കളർ കാണാറില്ല. കാരണം ബ്ലഡ് അത് RBC പലപ്പോഴും ലൈസ് ചെയ്തിട്ടുണ്ടാവും. ലൈസ് ചെയ്ത് ഹീമോഗ്ലോബിൻ പുറത്തു വന്ന് അതിനും പ്രോസസ്സിംഗ് സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരു നേക്കഡ് ഒബ്സർവേഷനിൽ കളർ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ബ്ലഡിനാണ് നാം ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുക. മറഞ്ഞിരിക്കുന്ന ആ ബ്ലഡിനെയാണ് നാം ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത്. ഏതൊക്കെ രോഗങ്ങൾ കാണും എന്ന് നമുക്ക് നോക്കാം. മാലിഗ്നൻസി, അൾസേഴ്സ്, ഹെമറോയിഡ്സ്, കൊളൈറ്റിസ്, ഹുക്ക്വോം ഇൻഫെസ്റ്റേഷൻസ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റില് ബ്ലീഡിങ്ങിനുള്ള സാധ്യതകളുള്ള രോഗങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഒന്ന് മാലിഗ്നൻസി, ക്യാൻസർ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റില് ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ ഉണ്ടാകാം. നമ്മുടെ ഓറൽ ക്യാവിറ്റി, വായിൽ മുതൽ ഫാരിങ്സ്, ലാരിങ്സ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. ആ ക്യാൻസർ രോഗമുള്ളപ്പോൾ ഒക്കൾട്ട് ബ്ലഡിന്റെ പ്രസൻസ് സ്റ്റൂളിൽ കാണാം. അൾസേഴ്സ്, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇൻഡസ്റ്റൈനൽ, അതുപോലെ ഗ്യാസ്ട്രിക് അൾസേഴ്സ്. ഹെമറോയിഡ്സ്, പൈൽസ്, അർഷസ്. ഹെമറോയിഡ്സിൽ ബ്ലീഡിംഗ് ഉണ്ടാകും. ഹെമറോയിഡ്സിൽ പലപ്പോഴും ഒക്കൾട്ട് ബ്ലഡിനേക്കാൾ ഉപരി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ബ്ലഡ് കാണാറുണ്ട്. എങ്കിലും ചില സമയത്തൊക്കെ ഒക്കൾട്ട് ബ്ലഡിന്റെ പ്രസൻസും ഹെമറോയിഡ്സിൽ കാണാറുണ്ട്. കൊളൈറ്റിസ്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ് നമ്മൾ കൊളൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒക്കൾട്ട് ബ്ലഡ് കാണാം. ഹുക്ക്വോം ഇൻഫെസ്റ്റേഷൻസ്, ഹുക്ക്വോം, അൻകൈലോസ്റ്റോമ, അതുപോലെ നെക്കറ്റർ അമേരിക്കാനസ് എന്നീ രണ്ട് രീതിയിലുള്ള ഹുക്ക്വേമുകൾ. കൊക്കപ്പുഴു എന്ന മലയാളത്തിൽ നമ്മൾ പറയുന്നത് കൊക്കപ്പുഴു, ഹുക്ക്വേം. ഈ ഹുക്ക്വേമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേം നമ്മുടെ ഇൻറ്റസ്റ്റൈൻ മ്യൂക്കോസയിൽ അത് ബൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ബൈറ്റ് ചെയ്ത് ബ്ലഡ് കുടിക്കുന്നു. അപ്പൊ അത് ഫ്രീക്വന്റ് ആയിട്ട് അതിന്റെ ബൈറ്റിംഗ് സൈറ്റ്സ് മാറ്റും. അങ്ങനെ ബൈറ്റിംഗ് സൈറ്റ്സ് മാറ്റുമ്പോൾ ആദ്യം ബൈറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന്, ആദ്യം അത് കടിച്ച സ്ഥലത്ത് നിന്ന് ബ്ലീഡിങ് സംഭവിക്കുന്നു. വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും ഈ ഹുക്ക്വേമിന്റെ എണ്ണം ആയിരക്കണക്കിനുണ്ടാകും. അപ്പോൾ ഓരോ വേമും വളരെ കുറഞ്ഞ അളവിൽ ബ്ലീഡിംഗ് ആണ് കാരണമാകുന്നുവെങ്കിലും വേമുകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് വലിയ രീതിയിൽ ബ്ലീഡിങ്ങിന് ഇത് കാരണമാകുന്നു. അത്തരത്തിൽ ബ്ലീഡ് ചെയ്യുന്ന ബ്ലഡ് ഒക്കൾട്ട് ബ്ലഡ് എന്ന രൂപത്തിലാണ് സ്റ്റൂളിൽ കാണപ്പെടുക. ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ബ്ലഡ്. പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബ്ലീഡിങ്ങിന്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൈ മുറിഞ്ഞാൽ ചുവപ്പ് കളറിൽ ബ്ലഡ് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇൻറ്റസ്റ്റൈനിൽ ഉള്ളിൽ ഏതെങ്കിലും ഭാഗത്ത് ബ്ലീഡിങ് നടന്ന് ആ ബ്ലഡ് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസും അതുപോലെ എൻസൈംസും ബാക്ടീരിയകളും എല്ലാം പ്രോസസ് ചെയ്ത് സ്റ്റൂളിൽ കൂടി പുറന്തള്ളുമ്പോൾ ഒരു ഒബ്സർവേഷൻ, ഫിസിക്കൽ ഒബ്സർവേഷനിൽ നമുക്ക് ആ ബ്ലഡിന്റെ പ്രസൻസ് കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ള ബ്ലഡിനെയാണ് നാം ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്ന സാഹചര്യങ്ങളാണ് ഈ സൂചിപ്പിച്ചത്. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. മുൻ കാലഘട്ടങ്ങളിൽ ബെൻസിഡിൻ ടെസ്റ്റ് ആയിരുന്നു നാം ചെയ്തിരുന്നത്. ബെൻസിഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉപയോഗിച്ച് ബ്ലഡിന്റെ പ്രസൻസ് നാം ടെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ബെൻസിഡിൻ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. ആ കെമിക്കലിന്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ ആ കെമിക്കലിന്റെ പ്രത്യേകതകൾ ഒന്നോ രണ്ടോ ചാപ്റ്ററുകൾ, ഒന്നും രണ്ടും ചാപ്റ്ററുകളിൽ നാം പഠിച്ചിട്ടുണ്ട്. കെമിക്കലിന്റെ പ്രത്യേകത, ബെൻസിഡിൻ എന്ന് പറയുന്ന കെമിക്കലിന്റെ പ്രത്യേകത, അതൊരു ഹസാഡ്രസ് ആയിട്ടുള്ള കെമിക്കലാണ്. അത് കോസ് ചെയ്യുന്നത് ക്യാൻസർ അഥവാ മാലിഗ്നൻസി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാർസിനോജനിക് കെമിക്കലാണ്. ബെൻസിഡിൻ എന്നുള്ളത് ഒരു കാർസിനോജനിക് കെമിക്കലാണ്. അതുകൊണ്ട് ബെൻസിഡിൻ ഉപയോഗിച്ചിട്ടുള്ള ഒക്കൾട്ട് ബ്ലഡ് ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ ഈ നൗഡേയ്സ് നാം ഉപയോഗിക്കാറില്ല. ഇപ്പൊ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റിയേജന്റ് സ്ട്രിപ്പ് മെത്തേഡുകളാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള റിയേജന്റ് സ്ട്രിപ്പുകൾ അവൈലബിൾ ആയിരിക്കും. ആ റിയേജന്റ് സ്ട്രിപ്പുകൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കളർ ചേഞ്ച് കൊണ്ട് ഒക്കൾട്ട് ബ്ലഡിന്റെ പ്രസൻസും ആബ്സെൻസും നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കെമിക്കൽ ടെസ്റ്റിൽ രണ്ടാമത്തത് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ആണ്. റെഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ള കോമ്പൗണ്ടുകളെയാണ് നാം റെഡ്യൂസിങ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. യൂറിൻ പഠിച്ചപ്പോൾ യൂറിൻ കാണുന്ന റെഡ്യൂസിങ് സബ്സ്റ്റൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്ലൂക്കോസ് ആണെന്നും അത് കണ്ടുപിടിക്കാൻ വേണ്ടി ബെനഡിക്ട് ടെസ്റ്റ് ചെയ്യാം എന്നും നാം പഠിച്ചതാണ്. ഇപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെ സംബന്ധിച്ച് സ്റ്റൂൾ അനാലിസിസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധ്യതയുള്ള ഒരു റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ലാക്ടോസ് എന്ന് പറയുന്ന ഒന്നാണ്. ഈ ലാക്ടോസ് നോർമലി കാണാറില്ല. ലാക്ടോസ് കാണുന്നത് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന രോഗാവസ്ഥയുള്ള ആളുകളിലാണ്.
ലാക്ടോസ് എന്ന് പറഞ്ഞാൽ മിൽക്കിൽ കാണുന്ന ഷുഗർ ആണ് ലാക്ടോസ്. ഈ മിൽക്ക് ഷുഗറിനെ, ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ലാക്ടേസ് എൻസൈം. ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ലാക്ടേസ് എൻസൈം. അത് ഇൻഡസ്റ്റൈനിൽ കാണുന്ന എൻസൈമാണ് ലാക്ടേസ് എൻസൈം. ഈ എൻസൈമിന് ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ, അതൊരു ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥ, ഒരു ഇൻബോൺ എററാണ്, ജന്മനാൽ ഉണ്ടാകുന്ന ഒരു തകരാറാണ്. ചില ആളുകൾക്ക് ലാക്ടേസ് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതെ വരിക. ആ ഒരു അവസ്ഥയിൽ ഈ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മളുടെ ഇൻഡസ്റ്റൈന് സാധിക്കാതെ വരുന്നു. തീർച്ചയായിട്ടും ലാക്ടോസ് സ്റ്റൂളിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യും. ലാക്ടോസ് ഒരു റെഡ്യൂസിങ് സബ്സ്റ്റൻസ് ആണ്. ആ ലാക്ടോസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെനഡിക്സ് ടെസ്റ്റ് ആണ് സാധാരണ ഉപയോഗിക്കുക. യൂറിനിലെ ഗ്ലൂക്കോസിനെ കണ്ടുപിടിക്കാൻ ബെനഡിക്സ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിച്ചു. ഇവിടെ ലാക്ടോസിനെ കണ്ടുപിടിക്കാൻ ബെനഡിക്സ് ടെസ്റ്റ് ആണ് ഉപയോഗിക്കുക. ബെനഡിക്സ് ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ നമുക്കറിയാം, അത് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ലാക്ടോസും ഒരു റെഡ്യൂസിങ് ഷുഗർ ആയതുകൊണ്ട് അതും ബെനഡിക്സ് ടെസ്റ്റിനെ ആൻസർ ചെയ്യുന്നു. ലാക്ടോസിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബെനഡിക്സ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം ലാക്ടോസ് ഒരു റെഡ്യൂസിങ് ഷുഗർ ആയതുകൊണ്ടാണ്. ഈ റെഡ്യൂസിങ് ഷുഗർ നോർമൽ ആയിട്ടുള്ള ആളുടെ സ്റ്റൂളിൽ കാണില്ല. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ആ രോഗാവസ്ഥയുള്ള ആളുകളിലാണ് ലാക്ടോസ് സ്റ്റൂളിൽ കാണപ്പെടുന്നത്. ഇനി മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു നമുക്ക് നോക്കാം. സെല്ലുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ക്രിസ്റ്റലുകൾ, പ്രോട്ടോസോവ, ഓവ, സിസ്റ്റ്, ഇത്തരത്തിലുള്ള ഘടകങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നാം ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കണം. അതിനു മുമ്പ് സെല്ലുകളെ കുറിച്ച് നോക്കാം. സെല്ലുകൾ എന്ന് പറഞ്ഞാൽ RBC, WBC, അതായത് റെഡ് സെൽസ്, പസ് സെൽസ്, അതുപോലെ എപ്പിത്തീലിയൽ സെൽസ്, അതുകൂടാണ്ട് ക്യാൻസർ കോശങ്ങൾ, ഇവയെല്ലാം അബ്നോർമൽ ആയിട്ട് കാണാൻ സാധ്യതയുള്ള കോശങ്ങളാണ്. ക്രിസ്റ്റൽസ്, ഷാർക്കോട്ട് ലേഡൻ പോലുള്ള ക്രിസ്റ്റൽസും സ്റ്റൂളിൽ അബ്നോർമൽ ആയിട്ട് കാണാം. പ്രോട്ടോസോവ പ്രധാനമായിട്ട് നമുക്കറിയാവുന്നതുപോലെ എൻജാമീബ, ഹിസ്റ്റോളിറ്റിക്ക, അതുപോലെ ബാലൻറ്റീഡം കോളി തുടങ്ങിയ പ്രോട്ടോസോവകൾ സ്റ്റൂളിൽ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഓവ, സിസ്റ്റ്, ഈ ഓവ സിസ്റ്റ് പ്രധാനമായിട്ട് വേംസിന്റെ ആണ് നമ്മൾ ഓവ പ്രധാനമായിട്ട് കാണുക. ഈ വേമില് റൗണ്ട് വേം, അതുപോലെ ഹുക്ക് വേം തുടങ്ങിയ ഓവ ധാരാളമായിട്ട് സ്റ്റൂളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് നോർമൽ അല്ല എന്ന് ഉദ്ദേശിക്കുന്നത്, അത്തരത്തിലുള്ള വേമിന്റെ ഇൻഫെസ്റ്റേഷനുള്ള ആളുകളുടെ സ്റ്റൂളിൽ ഓവ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ സിസ്റ്റുകൾ, പ്രധാനമായിട്ട് സിസ്റ്റ് കാണപ്പെടുന്ന നമുക്കറിയാം എൻഡാമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ സിസ്റ്റ്, അമീബിയാസിസ് ഉള്ള ആളുകളുടെ സ്റ്റൂളിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി ഏതൊക്കെ രീതിയിലാണ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തുന്നത് എന്ന് പരിശോധിക്കാം. മൈക്രോസ്കോപ്പിയുടെ ഒന്നാമത് സലൈൻ മൗണ്ട് ആണ്. സലൈൻ മൗണ്ട് എന്ന് പറഞ്ഞാൽ സലൈൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. സലൈൻ എന്ന് പറഞ്ഞാൽ നോർമൽ സലയാണ് പ്രിഫർ ചെയ്യുന്നത്. സലൈൻ എന്ന വാക്കിന്റെ അർത്ഥം സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ മാത്രമാണ്. നോർമൽ സലൈൻ ആണെങ്കിൽ 0.85% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് നാം നോർമൽ സലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സലൈൻ ഉപയോഗിച്ചുള്ള മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് സലൈൻ ഓൺ എ ഗ്ലാസ് സ്ലൈഡ്. ഒരു ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് സ്ലൈഡ്, മൈക്രോസ്കോപ്പിക് സ്ലൈഡ് എടുക്കുക. ആ സ്ലൈഡിൽ ഒരു ഡ്രോപ്പ് സലൈൻ അതിന്റെ സെന്ററിൽ ആഡ് ചെയ്യുക. ട്രാൻസ്ഫർ ആൻഡ് എമൾസിഫൈ എ സ്മോൾ എമൗണ്ട് ഓഫ് സ്റ്റൂൾ ഇൻ സലൈൻ. ആ സലൈനിലേക്ക് ഒരു കുറഞ്ഞ അളവ്, വളരെ കുറഞ്ഞ അളവ് ഒരു സ്റ്റിക്ക് ഉപയോഗിക്കുക ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വളരെ കുറഞ്ഞ അളവിൽ ഫാറ്റിനെ ആ സലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ശരിയായ രീതിയിൽ മിക്സ് ചെയ്യുക. അങ്ങനെ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നതിന് നമ്മൾ എമൾസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുന്നതിന് നമുക്ക് എമൾസിഫൈ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ എമൾസിഫൈ ചെയ്യുന്നു. അതിനുശേഷം പുട്ട് എ കവർ സ്ലിപ്പ് ആൻഡ് എക്സാമിൻ അണ്ടർ ഹൈ പവർ ഒബ്ജക്റ്റീവ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മേലേക്ക് ഒരു കവർ സ്ലിപ്പ് അപ്ലൈ ചെയ്യുക. കവർ സ്ലിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ യൂഷ്വൽ പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എയർ ബബിൾസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ, കൃത്യമായ രീതിയിൽ നമ്മൾ കവർ സ്ലിപ്പ് അപ്ലൈ ചെയ്യുന്നു.
എന്നിട്ട് എക്സാമിൻ അണ്ടർ ഹൈപ്പവർ ഒബ്ജക്റ്റീവ്, പിന്നീട് അതിനെ ഹൈപ്പവർ ഒബ്ജക്റ്റീവിൽ നാം ഒബ്സർവ് ചെയ്യുന്നു. എന്തൊക്കെ ഘടകങ്ങൾ ഒബ്സർവ് ചെയ്യാം എന്ന് നോക്കാം. എഗ്, ഉദ്ദേശിക്കുന്ന ഓവയാണ് ഉദ്ദേശിക്കുക, ഓവ. ലാർവേ, ചില വേമുകളുടെ ഒക്കെ ലാർവകൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സിസ്റ്റുകള്, പ്രത്യേകിച്ച് എൻഡമീബ പോലുള്ള സിസ്റ്റുകള്, പ്രോട്ടോസോവ, അമീബ പോലുള്ള പ്രോട്ടോസോവകളെ, ബാലന്റിനം കോളി പോലുള്ള പ്രോട്ടോസോവകളെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒബ്സർവേഷൻ നടത്താൻ വേണ്ടിയിട്ട് സലൈൻ മൗണ്ടുകളാണ് നാം ഉപയോഗപ്പെടുത്തുന്നത്. അയഡിൻ വെറ്റ് മൗണ്ട്. ഇപ്പൊ സലൈൻ മൗണ്ടിന്റെ പ്രത്യേകത, സലൈന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. കളറില്ലാത്തത് കൊണ്ട് അതിലുള്ള ഒരു ഘടകങ്ങളും നിറത്തിൽ കാണപ്പെടുന്നില്ല. പലപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കളറിങ്, അത് സ്റ്റെയിനിങ്, ഒരു കളർ കൊടുത്താൽ വ്യക്തമായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയഡിൻ വെറ്റ് മൗണ്ട് ഉപയോഗിക്കുക. അയഡിൻ വെറ്റ് മൗണ്ട് പ്രൊസീജിയർ നമുക്ക് നോക്കാം. പ്ലേസ് എ ഡ്രോപ്പ് ഓഫ് ലുഗോൾസ് അയഡിൻ ഓൺ എ ഗ്ലാസ് സ്ലൈഡ്. ലുഗോൾസ് അയഡിൻ എന്ന് പറഞ്ഞാൽ അയഡിനും പൊട്ടാസ്യം അയോഡൈഡും അടങ്ങുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് ലുഗോൾസ് അയഡിൻ. ഒരു ഡ്രോപ്പ് ലുഗോൾസ് അയഡിൻ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് സ്ലൈഡിന്റെ മധ്യത്തിൽ വെക്കുന്നു. എമൾസിഫൈ എ സ്മോൾ എമൗണ്ട് ഓഫ് ഫീസിസ്. മുമ്പ് സലൈൻ മൗണ്ട് ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു സ്മോൾ എമൗണ്ട് ഫീസിസിനെ, ഒരു സ്മോൾ എമൗണ്ട് സ്റ്റൂളിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഈ അയഡിൻ ഡ്രോപ്പുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നു. അപ്പൊ ആ പ്രോസസ് നമുക്ക് എമൾസിഫൈ ചെയ്യുക എന്ന് പറയാം. ദെൻ put a cover slip and examine under low power and high power objective. ഒരു കവർ സ്ലിപ്പ് ഇടുന്നു, കവർ സ്ലിപ്പ് മൈക്രോസ്കോപ്പിക് കവർ സ്ലിപ്പ് ഇടുന്നു. എന്നതിന് ശേഷം ലോ പവറിലും ഹൈ പവറിലും അതിന് നാം ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റിയത് ഓവ, സിസ് ആൻഡ് പ്രോട്ടോസോവ. ഓവ, വേംസിന്റെ എല്ലാം ഓവ കാണാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ അസ്കാരിസിന്റെ, റൗണ്ട് വേമിന്റെ ഓവ നമുക്ക് കാണാൻ പറ്റും. എൻഡമീബയുടെ സിസ്റ്റ് കാണാൻ പറ്റും. അതുപോലെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ലൈവ്, അതിന്റെ സൊമാറ്റിക് ആയിട്ടുള്ള പ്രോട്ടോസോവയെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അയഡിൻ മൗണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഗിവിംഗ് എ കളർ, അതായത് ഈ ഓവയ്ക്കും സിസ്റ്റിനും പ്രോട്ടോസോവയ്ക്കും എല്ലാം ഒരു കളർ നമ്മൾ കൊടുക്കുന്നു. ആ കളർ കൊടുക്കുമ്പോൾ ഐഡന്റിഫിക്കേഷൻ കുറെ കൂടി ഈസിയർ ആയിട്ട് മാറുന്നു. ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ചില ഓവകള്, അതിന്റെ ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് അസ്കാരിസ് അഥവാ റൗണ്ട് വേം. ഈ രണ്ട് ഓവകളും അസ്കാരിസ് അഥവാ റൗണ്ട് വേമിന്റെ ഓവകളാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ട്രൈച്ചൂറിയസ് എന്ന് പറയുന്ന വേമിന്റെ ഓവയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രൈച്ചൂറിയസ്, അതിന്റെ സ്പെസിഫിക് ഷേപ്പും ഉണ്ട്, നമുക്ക് തിരിച്ചറിയാം. ഇത് ഹുക്വം. ഞാൻ പറഞ്ഞ രണ്ട് രീതിയിലുള്ള ഹുക്വം കാണാറുണ്ട്. ആൻസിലോസ്റ്റോമ ഡിയോഡിമിലും നെക്കറ്റർ അമേരിക്കാനസും. അങ്ങനെയുള്ള ഹുക്വമിന്റെ ഓവകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹുക്വമിന്റെ ഓവയുടെ പ്രത്യേകത അതിനുള്ളിൽ ബ്ലാസ്റ്റോമിയർ പോലെ സെഗ്മെന്റഡ് ആയിട്ടുള്ള ഓവാണ് ഹുക്വമിന് കാണുന്നത്. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക ഈ ഓവകൾ, ഇത്തരത്തിലുള്ള ഓവകൾ. ഇത് അയഡിൻ പ്രിപ്പറേഷൻ ആണ്. അയഡിൻ പ്രിപ്പറേഷനിൽ ഒരു കളർ ഇമ്പാർട്ടൻ്റ് ആണല്ലോ, ആ കളറ് ഉള്ള ഓവകളും. അതുപോലെ ഇതൊരു അഡൽട്ട് വേമിനെയാണ്, സ്ട്രോങ്ലോയിഡ്സ് സ്റ്റെർക്കോറാലിസ് എന്ന് പറയുന്ന അഡൽട്ട് വേമിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് സിസ്റ്റ് ആണ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ സിസ്റ്റ് ആണ്. ആ സിസ്റ്റ് നമുക്കതിന്റെ ന്യൂക്ലിയകളൊക്കെ കാണാൻ പറ്റും. ഒരു സിസ്റ്റ് വോളും ഉണ്ട്, ന്യൂക്ലിയകളും ഉണ്ട്. അപ്പോൾ അയഡിൻ പ്രിപ്പറേഷനിൽ അതിന്റെ വിവിധ ഭാഗങ്ങളുടെ സ്റ്റെയിനിങ്ങും ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇത്രയുമാണ് ഒരു മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ ഞാൻ പറഞ്ഞു, ചില കോശങ്ങളെ കുറിച്ച് പറഞ്ഞു. ക്യാൻസർ പോലുള്ള കോശങ്ങൾ, ആ കോശങ്ങളെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സൈറ്റോളജിക്കൽ സ്റ്റെയിൻസ് ആണ് നാം ഉപയോഗിക്കുക. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പാപ്പാനിക്കോളോ അഥവാ സ്റ്റെയിനുകൾ, അത്തരത്തിലുള്ള സ്റ്റെയിനുകളാണ് നാം ഉപയോഗിക്കുക. അതുപോലെ മൈക്രോസ്കോപ്പിയിൽ ഞാൻ സൂചിപ്പിച്ചു,
ക്രിസ്റ്റലുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ പസൽസ്, RBC ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഈ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനാകും. ഇത്രയുമാണ് സ്റ്റൂൾ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.